അന്യഗ്രഹ ജീവികൾ 2025 തന്നെ ഭൂമിയിലെത്തും. തീയതി വരെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ടൈം ട്രാവലറുടെ വീഡിയോ കണ്ടത് കോടിക്കണക്കിന് പേരാണ്. സയൻസ് ഫിക്ഷൻ സിനിമകളിൽ ടൈം ട്രാവൽ ഒരു പ്രധാന വിഷയമാണ്. ഇന്നും ഇതിനുവേണ്ടി പല ശാസ്ത്രജ്ഞരും പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. ഒരാൾക്ക് വർത്തമാനകാലത്ത് മാത്രമേ ജീവിക്കാൻ സാധിക്കൂ എന്നിരിക്കെ ഭാവിയിലേക്കും ഭൂതകാലത്തേക്കും സഞ്ചരിക്കാൻ ജീവിക്കുന്നതാണ് ടൈം ട്രാവൽ മുന്നോട്ട് വെക്കുന്നത്. പലരും താൻ ടൈം ട്രാവൽ ചെയ്തെത്തിയവരാണെന്ന് അവകാശവാദം ഉന്നയിച്ച് പല പ്രവചനങ്ങളും നടത്താറുണ്ട്. അത്തരത്തിൽ സ്വയം പ്രഖ്യാപിത ടൈം ട്രാവലറായ എൽവിസ് ടോംസൺ നടത്തിയ പ്രവചനമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. താൻ ഒരു ടൈം ട്രാവലറാണെന്നും ഭാവിയിലൂടെ സഞ്ചരിച്ചാണ് തിരിച്ചു വന്നതെന്നും എൽവിസ് അവകാശപ്പെടുന്നു. കൂടാതെ 2025 സംഭവിക്കാൻ പോകുന്ന 5 കാര്യങ്ങളെക്കുറിച്ചും എൽവിസ് വീഡിയോയിൽ പറയുന്നുണ്ട്. യുഎസിലെ ഒക്ലഹോമയിൽ വിനാശകരമായ ചുഴലിക്കാറ്റുണ്ടാകുമെന്നാണ് ഒന്നാമത്തെ പ്രവചനം. ഏപ്രിൽ 6 ഇത് സംഭവിക്കുമെന്നും 1046 കിലോമീറ്റർ വേഗതയിലുള്ള ഈ ചുഴലിക്കാറ്റ് ഒക്ലഹോമ നഗരത്തെ വിഴുങ്ങുമെന്നും അദ്ദേഹം പ്രവചിക്കുന്നു. മെയ് 27 യുഎസിൽ രണ്ടാം ആഭ്യന്തര യുദ്ധം ഉണ്ടാകുമെന്നതാണ് രണ്ടാമത്തെ പ്രവചനം. അതിന്റെ ഫലമായി ടെക്സസ് യുഎസിൽ നിന്ന് വിട്ടുപോകും. ആണവായുധങ്ങൾ ഉൾപ്പെടെ ഉപയോഗിക്കുമെന്നുമാണ് പ്രവചനം. ഇത് ആഗോള സംഘർഷം ഉണ്ടാക്കുമെന്നും പറയുന്നു. സെപ്റ്റംബർ 1 ചാമ്പ്യൻ എന്നു പേരുള്ള അന്യഗ്രഹ ജീവി ഭൂമിയിലെത്തും. ഇതോടെ 12,000 മനുഷ്യരെ അവരുടെ സുരക്ഷയ്ക്കായി വാസയോഗ്യമായ മറ്റൊരു ഗ്രഹത്തിലേക്ക് കൊണ്ടുപോകുമെന്നതാണ് മൂന്നാമത്തെ പ്രവചനം. ഭൂമിക്ക് ദോഷം ചെയ്യുന്ന അപകടകാരികളായ അന്യഗ്രഹ ജീവികളെക്കുറിച്ചും എൽവിസ് മുന്നറിയിപ്പ് നൽകുന്നു. സെപ്റ്റംബർ 19 അമേരിക്കയുടെ കിഴക്കൻ തീരത്ത് ശക്തിയേറിയ കൊടുങ്കാറ്റ് വീശുമെന്നാണ് നാലാമത്തെ പ്രവചനം. നവംബർ 3 പസഫിക് സമുദ്രത്തിൽ വലിയൊരു ജീവി പ്രത്യക്ഷപ്പെടും. നീലത്തിമിംഗലത്തേക്കാൾ 6 ഇരട്ടി വലിപ്പമുള്ള ഈ ഭീമാകാരമായ കടൽ ജീവിയെ സെറീൻ ക്രൗൺ എന്ന് വിളിക്കുമെന്നും എൽവിൻ പറയുന്നു. ഇതിനോടകം തന്നെ 2.6 കോടിയോളം ആളുകളാണ് വീഡിയോ കണ്ടത്. നിരവധി കമന്റ് വരുന്നുണ്ട്. കമന്റ് ചെയ്യുന്നതിൽ ഭൂരിഭാഗം പേരും എൽവിസിനെ വിശ്വസിക്കാത്തവരാണ്. പലരും പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊന്നും നടക്കില്ലെന്നും വെറുതെയാണെന്നും പലരും കമന്റ് ചെയ്യുന്നു. ഈ സ്വയം പ്രഖ്യാപിത ടൈം ട്രാവലർ ഭാവിയിൽ പോയി ഇതെല്ലാം അറിഞ്ഞിട്ട് അടുത്ത ആഴ്ചയിലെ ലോട്ടറി നമ്പറുകൾ കിട്ടിയില്ലേന്നും ചിലർ കളിയാക്കി. താൻ ഈ വീഡിയോ സേവ് ചെയ്യുകയാണെന്നും ഏതെങ്കിലും ഒന്ന് സംഭവിച്ചില്ലെങ്കിൽ കേസ് കൊടുക്കുമെന്നും മറ്റൊരാൾ കമന്റ് ഇട്ടു. ആണവായുധം തുടങ്ങിയെങ്കിൽ ടൈം ട്രാവലർ എങ്ങനെ തിരിച്ചെത്തിയെന്ന് മറ്റൊരു യൂസർ ചോദിച്ചു. അതേസമയം അന്യഗ്രഹ ജീവികളുമായി ബന്ധപ്പെട്ട സുപ്രധാന ചില നിരീക്ഷണങ്ങൾ മുൻ ISRO മേധാവി S. സോമനാഥ് പങ്കിട്ടിരുന്നു. പ്രപഞ്ചത്തിൽ അന്യഗ്രഹ ജീവികൾ ഉണ്ടാകാമെന്നും അവർ മനുഷ്യരെക്കാളും 1000 വർഷങ്ങളുടെ പുരോഗമനം കൈവരിച്ചിട്ടുണ്ടാകാമെന്നും അദ്ദേഹം പറയുന്നു. രൺവീർ അലബാദിയുമായി ഒന്നിച്ചുള്ള ഒരു പോഡ്കാസ്റ്റിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറഞ്ഞത്. നിങ്ങളെക്കാൾ 200 വർഷം പിറകിൽ സഞ്ചരിക്കുന്ന ഒരു സംസ്കാരത്തെയും 1000 വർഷം മുന്നിൽ സഞ്ചരിക്കുന്ന ഒരു സംസ്കാരത്തെക്കുറിച്ചും സങ്കല്പിച്ചു നോക്കൂ. നിലവിൽ നമുക്ക് കണ്ടെത്താനും അറിയാനുമുള്ള കഴിവിനും അപ്പുറത്തുള്ള അന്യഗ്രഹ ജീവസാധ്യതയെക്കുറിച്ചുള്ള ചിന്തകളാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ചിലപ്പോൾ സാങ്കേതിക വിദ്യാപരമായും പരിണാമപരമായും മനുഷ്യരെക്കാൾ 1000 വർഷങ്ങൾ മുന്നിൽ നിൽക്കുന്നവർ ഇവിടെയുണ്ടാകാം. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധത്തിൽ അവർ പ്രപഞ്ചത്തെ നിരീക്ഷിക്കുകയോ സംവദിക്കുകയോ ചെയ്യാം. കോസ്മിക് ജീവികളിൽ താരതമ്യേന പുതിയ ആളുകളായിരിക്കാം മനുഷ്യർ. അതേസമയം അന്യഗ്രഹ ജീവികളുമായി മനുഷ്യർ ഇതുവരെ സമ്പർക്കം പുലർത്താത്തതിൽ സന്തുഷ്ടനാണെന്നും മുൻ ISRO മേധാവി കൂട്ടിച്ചേർത്തു. ഭൂമിയിലെ ജീവൻ ഒരു പൊതു പൂർവികനിൽ നിന്നാണ് പരിണമിച്ചത്. അന്യഗ്രഹ ജീവികൾ വ്യത്യസ്തമായ ജനിതക പ്രോട്ടീൻ ഘടനകൾ ഉള്ളവരായിരിക്കാമെന്നും അതിന് കാരണമായി സോമനാഥ് പറയുന്നു. അവരുമായുള്ള സമ്പർക്കം ചിലപ്പോൾ അപകടകരമാവും. കാരണം ഒരു ജീവിത രീതി മറ്റൊന്നിൽ ആധിപത്യം സ്ഥാപിക്കേണ്ടി വരുമെന്നും അദ്ദേഹം വിശദീകരിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.